നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുറഞ്ഞതൊരു 100 പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നിന്റെ കുഞ്ഞല്ല എന്റെ കുഞ്ഞാണെന്ന്. അതിലും ഏറെ പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു, നീ ഉപേക്ഷിച്ച് കളഞ്ഞ ഈ കുഞ്ഞിനെ എടുത്ത് വളർത്തിയത് ഞാനാണെന്ന്. ഇങ്ങോട്ട് താടി എന്റെ കുഞ്ഞിനെ. എന്റെ കുഞ്ഞിനെ ഞാൻ തരില്ല. നിന്റെ കുഞ്ഞിനെ അങ്ങ് കൊടുത്തിട്ട് മര്യാദക്ക് ഇറങ്ങി പൊയ്ക്കോ, അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ അല്ല, നിന്റെ ശവമായിരിക്കും ഇവിടെ വീഴ. അവരുടെ കുഞ്ഞിനെ അങ്ങ് കൊടുക്കടി, കാര്യമില്ല ഞാൻ. മൈഥിലി, എന്നെ കൊണ്ട് നീ കടും കൈയൊന്നും ചെയ്യിപ്പിക്കരുത്. ഇനി ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാലേ ഉറപ്പായിട്ട് നിന്നെ ഞാൻ കൊന്നോളെ. ഞങ്ങളുടെ കുഞ്ഞിനെ ഇങ്ങ് തന്നിട്ട് നീ നിന്റെ വഴിക്ക് പൊടി. നീ എന്ത് മര്യാദകട പെണ്ണെ ഈ വീട്ടിൽ കാട്ടിക്കൂട്ടുന്നത്? ഇതിനൊക്കെ ഒരു പരിധിയില്ലേ? ഞങ്ങളെ കൊണ്ട് കടുങ്കൈ ചെയ്യിപ്പിച്ച് അടങ്ങുന്നത് നിനക്ക് വാശിയാണോ? കുഞ്ഞിനെ ഇഞ്ഞ് കൊടുത്തിട്ട് നീ നിന്റെ വഴിക്ക് പോ, അല്ലെങ്കിൽ പിടിച്ചാൽ കിട്ടാത്ത സ്ഥലത്തേക്ക് കാര്യങ്ങൾ പോകും. ആരെന്ത് പറഞ്ഞാലും, ഈ ലോകം തന്നെ കീഴ്മേൽ തകിടം മറിഞ്ഞാലും ഞാൻ എന്റെ കുഞ്ഞിനെ തരില്ല. നീതിയും നിയമവും ഹ്യൂമൻ റൈറ്റ്സും എനിക്ക് അനുകൂല. പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? എന്റെ കുഞ്ഞിനെനിക്ക് തരാൻ നിർത്താനേ. കുഞ്ഞിന് വേണ്ടി ആരും തമ്മിൽ തല്ലേണ്ട. മൈഥിലിയും കുഞ്ഞും ഇവിടെ തന്നെ നിൽക്കും. ഇവളും കുഞ്ഞും എങ്ങോട്ട് പോകുന്നില്ല. അമ്മേ, അത് കലക്കി പട തുടരും. സമ്മതമല്ലേ മൈഥിലി? മൗനം സമ്മതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുത്തശ്ശി എനിക്ക് സ്നേഹവും ബഹുമാനവും. മുത്തശ്ശി പറയുന്നത് എന്തും ഞാൻ അംഗീകരിക്കും. ഇതെന്ത് തീരുമാനമോ മുത്തശ്ശി? കാർത്തി, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഇതെന്റെ തീരുമാനോ. ഈ തീരുമാനമേ ഇവിടെ നടപ്പിലാവൂ. ആരെതിർപ്പ് പ്രകടിപ്പിച്ചാലും ഈ രാജലക്ഷ്മിക്ക് ഒന്നുമില്ല. മൈഥിലി, നീ നിന്റെ മുറിയിലേക്ക് പൊയ്ക്കോ. മീനാക്ഷി കൊച്ചു കരയാതെ. മുത്തശ്ശിഞ്ഞത് തീരുമാനമെടുത്തത് മുത്തച്ഛനും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ മോടെ മുത്തശ്ശിയുടെ തീരുമാനം നെല്ലിക്ക പോലെയാണ്. ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. മുത്തച്ഛന്റെ പൊന്നോട് കരയാതെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.